തൃശൂർ പൂര വിവാദത്തിൽ മാസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ട വാർത്ത മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് 24 പുറത്തുവിട്ടത് സെപ്റ്റംബർ 24-നാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു തിരുവമ്പാടി ദേവസ്വത്തിന്റെ നീക്കം ഇന്ന് റിപ്പോർട്ടിലുണ്ടെന്നും ദീപക് തർപ്പണം പുറത്തുവിട്ട ആ വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ ദീപക് വീണ്ടും ചേരുന്നു. മാസങ്ങൾക്കിപ്പുറം മറ്റു മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റെടുക്കുന്നു. സന്തോഷം അല്ലേ? അതെ അതെ, സന്തോഷം തന്നെയാണ്. കാരണം നമ്മളെ ഒരു ബ്രേക്ക് മാസങ്ങൾ കഴിഞ്ഞ് മറ്റു ചാനലുകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ സന്തോഷമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തത്. ആ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂരം ആസൂത്രിതമായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കലക്കി എന്നുള്ളതാണ് റിപ്പോർട്ട്. അതായത് തിരുവമ്പാടി ദേവസ്വത്തിലെ സെക്രട്ടറി ഗിരീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേര് അതിൽ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് അന്ന് 24 ബ്രേക്ക് ചെയ്തു. ഇത് ആഷ്മി ഓർക്കുന്നുണ്ടാവും, പ്രൈം ടൈം വിത്ത് SKNലായിരുന്നു 24ൻ്റെ ബ്രേക്ക്. അതാണിപ്പോൾ മാസങ്ങൾക്ക് ശേഷം മനോരമ പത്രം ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഏതായാലും പൂരം കലക്കാൻ ആസൂത്രിതമായൊരു ഗൂഢാലോചന നടന്നു. അതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് കൃത്യമായ പങ്കുണ്ട്. മാത്രവുമല്ല, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും പൂരം നിർത്തിവെച്ച് പ്രതിഷേധിക്കുക, ഒരു സാഹചര്യം, ഒരു അലങ്കോലപ്പെടുത്തുന്ന പൂരം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതായിരുന്നു അന്ന് 24 റിപ്പോർട്ട് ചെയ്തത്. മാത്രവുമല്ല, അതിൽ MR അജിത് കുമാറിൻ്റെ നിർദ്ദേശം ഈ ഗൂഢാലോചന കണ്ടെത്താൻ പ്രത്യേക അന്വേഷണം വേണം എന്നുള്ളതാണ്. സർക്കാർ അതിൽ ADGP ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചു. അതിൽ FIR ഇട്ട് അന്വേഷണം ഇപ്പോൾ നടക്കുകയുമാണ്. 24 ആദ്യം ആധികാരികം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ വാർത്തയോടെ ശരിയാവുകയാണ്. ആഷ്മി അപ്പോൾ ദീപകിന്റെ മാധ്യമ പ്രവർത്തന വാർത്താ വഴിയിലെ ഒരു പൊതുവൽ കൂടിയല്ലേ? ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ദീപക് തർപ്പണം പറഞ്ഞൊക്കെ തള്ളാണോ എന്നൊരു ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ ഡേറ്റിൽ അന്ന് കാണിച്ച പഴയ വാർത്ത ഒന്നുകൂടി കാണാം. തൃശൂർ പൂരം അട്ടിമറി ആസൂത്രിതമെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് വന്നു. തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാർ പൂരം നിർത്തിവെച്ച് തടസ്സമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശം. പൂരം നടത്തണമെന്ന നിലപാടായിരുന്നു പാറമേക്കാവ് ദേവസ്വം എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വനം വകുപ്പിന് എതിരെയും റിപ്പോർട്ടിൽ ചില പരാമർശങ്ങളുണ്ട്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദീപക് തർപ്പണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, പറയൂ. വെരി ഗുഡ് ഈവനിങ് SKN. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP MR അജിത് കുമാർ സമർപ്പിച്ച DGP സർക്കാരിന് കൈമാറിയ പൂരം അന്വേഷണ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സർക്കാർ AGക്ക് അയച്ചു എന്നതാണ് ഏറ്റവും പുതിയ നിർണായകമായ വാർത്ത. അതായത് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിലേക്ക് സർക്കാർ ഇത് സമർപ്പിക്കാൻ പോകുന്നു. അതിൻ്റെ മുന്നോടിയായി സർക്കാർ ഇത് AGക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. AG ചിലപ്പോൾ എത്രയും വേഗം തന്നെ അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഈ പൂരം അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത, പുതിയ ബ്രേക്കിംഗ്. ഈ ഘട്ടത്തിൽ SKN പ്രൈം ഷോയിലാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില കണ്ടെത്തലുകൾ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി തിരുവമ്പാടിയിലെ ചിലർ പൂരം അട്ടിമറിച്ചു. ഇത് റിപ്പോർട്ടിലെ തന്നെ വാചകമാണ്. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി തിരുവമ്പാടിയിലെ ചിലർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക്. സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റാണ്. അതാ വലിയ തിരകൾ വരുന്നു. വസ്തുകുമാരിക്ക് പറയാണ്, വലിയ തിരകൾ വരട്ടെ, വലിയ തിരകൾ വരട്ടെ. ഒരുപാട് തിരകളാവാതിരുന്നാൽ മതി.